ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി തൃശൂർ സിറ്റി പോലീസ് സൈബർ ക്രൈം വിഭാഗവും സമൂഹ മാധ്യമ വിഭാഗവും ചേർന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഫിഷിംഗ് എന്നറിയപ്പെടുന്ന രീതിയാണ് തട്ടിപ്പുകാർ നടത്തുന്നത്. ഇന്ത്യ പോസ്റ്റിന്റെ യഥാർത്ഥ വിവരങ്ങളാണ് എന്ന് കരുതി തട്ടിപ്പുകാർ പുറത്തുവിട്ടിരിക്കുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് വ്യാപകമായി വാട്സാപ്പ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചു വരികയാണ്. തട്ടിപ്പ് നടത്തുന്ന രീതി ഇങ്ങനെയാണ്: ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് മുഖാന്തരം ഗവൺമെന്റ് സബ്സിഡികൾ വിതരണം ചെയ്യുന്നു എന്ന തരത്തിൽ ഒരു ലിങ്ക് വാട്സാപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ തട്ടിപ്പുകാർ പുറത്തുവിടുന്നു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഇന്ത്യ പോസ്റ്റിന്റെ ലോഗോയും ചിത്രങ്ങളും അടങ്ങിയ വെബ്സൈറ്റ് തെളിഞ്ഞു വരും. ഇതിൽ നിങ്ങൾക്ക് 6000 രൂപ ഗവൺമെന്റ് സബ്സിഡി ഇനത്തിൽ ലഭിക്കാനുണ്ട് എന്ന സന്ദേശം ലഭിക്കുന്നു. അവർ നൽകിയിട്ടുള്ള ലളിതമായ ഏതാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന്റെ യഥാർത്ഥ വെബ്സൈറ്റ് ആണ് എന്ന് കരുതി സാധാരണക്കാർ അടക്കമുള്ളവർ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി അതിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വമ്പൻ തുക അല്ലെങ്കിൽ കാറ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചതായിട്ട് കാണപ്പെടുക. സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നൽകുന്ന ലിങ്ക് 4ഓളം വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ 20 വാട്സാപ്പ് നമ്പറുകളിലേക്കോ അയച്ചു നൽകാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ്, ഫോട്ടോ, ഫോൺ നമ്പർ തുടങ്ങിയവ നൽകാൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം അയച്ചു നൽകുന്ന നിങ്ങളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മാന തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നതിനു വേണ്ടി പ്രോസസിംഗ് ചാർജ്, രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയ തട്ടിപ്പുകൾ പറഞ്ഞ് ചെറിയ തുകകളായി പണം കൈപ്പറ്റുകയാണ് ചെയ്യുന്നത്. വലിയ തുക ലഭിക്കാനുണ്ട് എന്ന് കരുതി നിങ്ങൾ സാധാരണക്കാരായത് കൊണ്ട് തന്നെ പലപ്പോഴായി അവർക്ക് ചെറിയ തുകകൾ അയച്ചു നൽകും. അങ്ങനെ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണുകളിലേക്കോ കമ്പ്യൂട്ടറുകളിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലേക്കോ അപകടകരമായ ലിങ്കുകൾ അയച്ചു നൽകി അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറ്റവാളികൾ നിങ്ങളുടെ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും നിയന്ത്രണം കൈക്കലാക്കി അവർ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കും. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ പ്രചരിക്കുന്ന ലിങ്ക് പൂർണ്ണമായും അവഗണിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുകയോ ആർക്കും അയച്ചു കൊടുക്കുകയോ അരുത്. ഇന്ത്യൻ തപാൽ വകുപ്പ് ഇപ്രകാരത്തിൽ ആർക്കും സമ്മാനങ്ങൾ നൽകുന്നില്ല. യഥാർത്ഥ ഇന്ത്യൻ തപാൽ വകുപ്പ് അതായത് ഇന്ത്യ പോസ്റ്റ് വെബ്സൈറ്റിന്റെ ശരിയായ വെബ് വിലാസം അതായത് URL ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രചരിക്കുന്ന വ്യാജ വെബ്സൈറ്റിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് വിലാസം തിരിച്ചറിയുക എന്നതാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് എന്താണ് ഫിഷിംഗ് എന്ന് നോക്കാം. ഒരു വ്യക്തിയെ കബളിപ്പിച്ച് തന്ത്രപ്രധാന വിവരങ്ങൾ തട്ടിയെടുക്കുന്നതിനോ അവരുടെ കമ്പ്യൂട്ടറുകളിൽ ആക്രമണകാരികളായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് രീതിയാണ് ഫിഷിംഗ്. ഈ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് ഈ ഫിഷിംഗ് എന്നിട്ടുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തട്ടിപ്പിൽ ഇരയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.